കൈലാസനാഥൻ എന്ന വാക്കിന്റെ അർത്ഥം കൈലാസത്തിന്റെ നാഥൻ അല്ലെങ്കിൽ കൈലാസത്തിന്റെ അധിപൻ എന്നാണ്. ഹൈന്ദവ പുരാണങ്ങളനുസരിച്ച് ഭഗവാൻ ശിവന്റെ ആവാസസ്ഥലമാണ് ഹിമാലയ സാനുക്കളിലെ കൈലാസ പർവ്വതം. പ്രപഞ്ചത്തിന്റെ അധിപനായിട്ടും ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒരു യോഗിയെപ്പോലെ ഭഗവാൻ ഈ പർവ്വതത്തിൽ വസിക്കുന്നതിനാലാണ് ഭക്തർ ഭഗവാനെ കൈലാസനാഥൻ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ ശിവൻ കൈലാസം തന്റെ വസതിയായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ആത്മീയവും പ്രപഞ്ചശാസ്ത്രപരവുമായ നിരവധി കാരണങ്ങളുണ്ട്. പല പുരാണങ്ങളിലും കൈലാസത്തെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയും സ്വർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി കൈലാസം കണക്കാക്കപ്പെടുന്നു. പ്രപഞ്ചത്തിന്റെ ഊർജ്ജ കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാനാണ് ഭഗവാൻ ശിവൻ അവിടെ വസിക്കുന്നത്. ഭഗവാൻ ഒരു മഹായോഗിയാണ്. ലൗകിക സുഖങ്ങളിൽ താൽപര്യമില്ലാത്ത, ആഡംബരങ്ങൾ ഇഷ്ടപ്പെടാത്ത ദൈവമാണ് അദ്ദേഹം. മഞ്ഞുപുതച്ച വിജനമായ കൈലാസ പർവ്വതം ധ്യാനത്തിനും തപസ്സിനും ഏറ്റവും അനുയോജ്യമായ ഇടമാണ്. നിശബ്ദതയും ഏകാന്തതയും നിറഞ്ഞ ഈ അന്തരീക്ഷം പരമശിവന്റെ ശാന്തമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. യോഗശാസ്ത്ര പ്രകാരം മനുഷ്യശരീരത്തിലെ ഏറ്റവും ഉയർന്ന ഊർജ്ജ കേന്ദ്രമാണ് സഹസ്രാര ചക്രം. ഇത് തലയുടെ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ ശിരസ്സായി ഹിമാലയത്തെയും അതിലെ ഏറ്റവും പവിത്രമായ ബിന്ദുവായി കൈലാസത്തെയും കരുതുന്നു. അതുകൊണ്ട് തന്നെ പരമശിവൻ കൈലാസത്തിൽ ഇരിക്കുന്നത് പരമമായ ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ദക്ഷയാഗത്തിന് ശേഷം സതീദേവി പുനർജന്മം എടുത്തത് ഹിമവാന്റെ മകളായ പാർവതിയായാണ്. ഹിമവാന്റെ പുത്രിയായ പാർവതിയെ വിവാഹം കഴിച്ചതിനുശേഷം ഭഗവാൻ ശിവൻ തന്റെ കുടുംബത്തോടൊപ്പം കൈലാസത്തിൽ വസിക്കാൻ തുടങ്ങിയെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. വെളുത്ത മഞ്ഞുപുതച്ച കൈലാസം പരിശുദ്ധിയുടെ പ്രതീകമാണ്. ഇന്നുവരെ ആർക്കും കൈലാസ പർവ്വതം കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഇതിന്റെ ദൈവികത വർദ്ധിപ്പിക്കുന്നു. ഭഗവാൻ ശിവൻ കൈലാസത്തിൽ വസിക്കുന്നു എന്നതിനർത്ഥം നമ്മുടെ ഉള്ളിലെ ശാന്തമായ മനസ്സാകുന്ന കൈലാസത്തിൽ വേണം ഭഗവാനെ കുടിയിരുത്താൻ എന്നാണ് ആത്മീയാർത്ഥം.